തൃശൂർ നടത്തറയിൽ പടക്കം കയറ്റി വന്ന കണ്ടെയ്നർ ലോറിക്ക് തീപിടിച്ചു. ഡ്രൈവർ പാത്തൂർ സ്വദേശി അനൂജിന് നിസ്സാര പരിക്ക്. ലോറിയിലെ പടക്കം മുഴുവൻ കത്തി നശിച്ചു. സൂരജ് സജീവ് വിവരങ്ങളുമായി ചേർന്നു. സൂരജ്, പടക്കം കയറ്റി വന്ന ലോറിക്ക് തീപിടിക്കുന്നത് എങ്ങനെയാണ്? ഹാഷ്മി, തീപിടുത്തത്തിന്റെ കാരണം എന്തെന്നത് സംബന്ധിച്ച വ്യക്തതയില്ല. ശിവകാശിയിൽ നിന്നാണ് തൃശൂർ നടത്തറയിലേക്ക് ഈ പടക്കം കൊണ്ടുവന്നത്. ഈ നടത്തറ സിഗ്നലിന് സമീപം എത്തുന്ന സമയത്താണ് ഈ വാഹനത്തിന് തീപിടിക്കുന്നതും പിന്നീട് ഈ പടക്കം പൊട്ടിത്തെറിക്കുന്നത്. ഈ ദേശീയപാതയിൽ ഈ വാഹനത്തിന് തീപിടിക്കുകയും പിന്നീട് ഈ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്ന മുഴുവൻ പടക്കവും പൊട്ടിത്തെറിക്കുകയും ചെയ്തു. വാഹനത്തിന്റെ ഡ്രൈവറായിട്ടുള്ള പുത്തൂർ സ്വദേശി അനൂജിന് പരിക്കേറ്റിട്ടുണ്ട്. പക്ഷെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. തൃശ്ശൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് പിന്നീട് ഈ വാഹനത്തിന്റെ തീ അണച്ചത്. ഏറെ നേരം ഈ മേഖലയിൽ ഗതാഗത കുരുക്കടക്കം അനുഭവപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ദേശീയപാതയിൽ നിന്ന് ഈ വാഹനം മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ആഷ്മി. അത്ര വലിയ വാഹനത്തിൽ അത് നിറയെ പടക്കമാണെങ്കിൽ ഉണ്ടാവാനിടയുള്ള ഇമ്പാക്ട് വളരെ വലുതായിരുന്നല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നു പടക്കം മൊത്തം പൊട്ടുന്നതിന് മുമ്പ് തീ അണയ്ക്കാൻ കഴിഞ്ഞു തോന്നുന്നല്ലേ സൂരജ്? ആഷ്മി, അത് തന്നെയാണ്. അതായത് ആ ദൃശ്യങ്ങൾ വല്ലാതെ ഭീതിപ്പെടുത്തുന്നതാണ്. കാരണം ഒരു വാഹനം റോഡിന് നടുവിൽ നിർത്തിയിട്ടിരിക്കുന്നു, അതിൽ നിന്ന് പുക ഉയരുന്നു, തുരുതുരാ വലിയ ശബ്ദത്തോടുകൂടി പടക്കം പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ സാധാരണഗതിയിലൊന്നും കണ്ടിട്ടില്ലാത്ത സംഭവമാണ്. അത്തരത്തിൽ ആർക്കും ഭീതി തോന്നുന്ന സംഭവങ്ങൾ തന്നെയാണ് അരങ്ങേറിയത്. പക്ഷേ അഗ്നിരക്ഷാ സേനയുടെ ഒരു സംയോജിതമായ ഇടപെടൽ, കൃത്യസമയത്ത് തന്നെ ഇവരൊക്കെ വിവരം ലഭിക്കുന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഫയർഫോഴ്സ് എത്തുന്നു. പക്ഷേ ഇത്തരമൊരു പടക്ക സാധനങ്ങൾ കൊണ്ടുപോകുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ ഈ വാഹനത്തിൽ സ്വീകരിച്ചിരുന്നു എന്നതിൽ ഒരു സംശയം ഈ ഘട്ടത്തിൽ അഗ്നിരക്ഷാ സേന പ്രകടിപ്പിക്കുന്നുണ്ട്. ഈ തീപിടുത്തം ഉണ്ടായ സമയത്ത് തന്നെ അത് അണയ്ക്കുന്നതിന് സാധിക്കാതെ പോവുകയും ചെയ്തു. അഗ്നിരക്ഷാ സേന എത്തിയാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. എന്തായാലും നിലവിൽ ഈ വാഹനം ഇപ്പോഴും ഈ ദേശീയപാതയിൽ തന്നെയാണുള്ളത്. വാഹനം മാറ്റുന്നതിനുള്ള നടപടി സ്വീകരിച്ചു വരികയാണ് ആശ്വസ്. ഓക്കെ, റോഡിന്റെ നടുവിലാണ് ഒരു വലിയ വാഹനം നിറയെ പടക്കമായി വന്ന ലോറിക്ക് തീപിടിച്ചതിൽ കുറേയധികം പടക്കങ്ങൾ പൊട്ടുന്ന ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. വലിയ ഉഗ്ര ശബ്ദത്തിൽ വലിയ സ്ഫോടന ശബ്ദത്തിലൊക്കെ പൊട്ടുന്നത് കാണുന്നുണ്ട്. അപ്പോൾ തീ അണയ്ക്കാൻ കഴിഞ്ഞിരിക്കുന്നത് മുഴുവൻ പടക്കം ആ വാഹനത്തിനകത്തെ മുഴുവൻ പടക്കം പൊട്ടിയിരുന്നെങ്കിൽ ഇതാകുമായിരുന്നില്ല അവസ്ഥ. ഭാഗ്യം ഡ്രൈവർ അനൂജിന് നേരിയ പരിക്കേ ഉള്ളൂ, അതും ഭാഗ്യം. ഒരു സത്യം പറഞ്ഞാൽ ഒരു വലിയ ബോംബിന്റെ ഒക്കെ ഇമ്പാക്ട് ഉണ്ടാക്കില്ല ഇത്ര വാഹനം നിറയെ പടക്കമാകുമ്പോൾ. ഒന്നും സംഭവിച്ചില്ല, ഭാഗ്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.